ജയോ വാ. മോഹനല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ. വിശ്വം മരിച്ച ശേഷം എല്ലാവരും എന്റെ വീട് മറന്നു, നീ പോലും. അയ്യോ, സത്യത്തിൽ വരണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ജയെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള പ്രയാസം കൊണ്ടാ. ഒരർത്ഥത്തിൽ നീ പറഞ്ഞത് ശരിയാ. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ എന്റെ പേരിൽ സിമ്പതി, വീട്ടുകാർക്കാണെങ്കിൽ ശപിക്കപ്പെട്ടവളെന്ന പരാതി. എല്ലാം വിധി പോലല്ലേ നടക്കൂ. എല്ലാവർക്കും പരാതി പറയാൻ ഒരു വാക്കുണ്ടല്ലോ, വിധി. ഞാനും അങ്ങനെ സമാധാനിക്കാം. പിന്നെ ഞാനിപ്പോ വന്നത് മോഹന്റെ ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. യമുന മോഹനോടൊന്ന് പറയണം. ജയ ഇന്നും വന്നിരുന്നു. അവളുടെ ഭർത്താവിന്റെ LICയിലെ പൈസ ഇതുവരെയും കിട്ടിയില്ലെന്ന്. LICയിലെ മോഹന് ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൂടെ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. പിന്നെ അതിന്റെ പുറകെ തൂങ്ങി നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അയ്യോ പാവം, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം പൈസയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുക. വീട്ടുകാരെ എതിർത്തുള്ള കല്യാണമായിരുന്നുകൊണ്ട് സഹായിക്കാൻ തന്നെ ആരുമില്ല. നമ്മളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവൾ ഇവിടെ തന്നെ വന്നത്. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട, എനിക്ക് വേണ്ടി അത് ചെയ്തേ പറ്റൂ. ഇതിനൊക്കെ നന്ദി പറയാൻ തുടങ്ങിയാ പിന്നെ അതിനെ സമയം കാണും. ഞാൻ കാരണം മോഹൻ ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ? ഹേയ്, ചിലപ്പോ ഈ ബുദ്ധിമുട്ടൊക്കെ ഒരു സുഖമല്ലേ, അല്ലെങ്കിൽ നമ്മളൊക്കെ മടിയന്മാരായി പോവും. പിന്നെ സാധാരണ ഇത് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാറ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് എന്റെ തന്നെ തന്നയച്ചത്. വിശ്വത്തിന്റെ ലെറ്റർ പാഡ് ഉണ്ടെങ്കിൽ ചെക്ക് കൈപ്പറ്റിയതായി ഒരു റെസിപ്റ്റ് ലെറ്റർ കിട്ടിയാൽ കൊള്ളാം. ഇന്ന് തന്നെ വേണം, അതുകൊണ്ടാ. അതിനെന്താ തരാലോ. ഓ, മണി 11 കഴിഞ്ഞു. അത് പിന്നെ നിക്ക് തപ്പി തടയൊന്നും വേണ്ട, കാര്യം മാത്രം പറഞ്ഞാ മതി. അല്ല, അയ്യോ, ഗ്യാസിന്റെ ആണോ? എന്തോ ഒരു മണം. ആവിയ മറന്നോ എന്തോ? ഗ്യാസിന്റെ അല്ലല്ലോ, വേറെ എന്തോ ഒരു മണം. അവിടെ നിക്ക്. മോഹൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? പിന്നെ ബ്രാൻഡി കുറെ കാലം കൂടി എന്നൽപ്പം കഴിച്ചു. കാരണം ഞാൻ വേണ്ട മോഹൻ, വീണെടുത്തിരുന്ന് ഉരുളണ്ട. ഞാൻ ഒരു കൂട്ടുകാരന്റെ പ്രശ്നം തീർക്കാൻ പോയതാ. കൂട്ടുകാരന്റെ പ്രശ്നോ? അല്പം കോംപ്ലിക്കേറ്റഡാ. പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എന്റെ കൂട്ടുകാരനൊരു അബദ്ധം പറ്റി. അവൻ വിവാഹിതനാ. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടു. അവനും എന്നെപ്പോലെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനാ. അതുകൊണ്ട് അവനത് താങ്ങാൻ കഴിയുന്നില്ല. ഭാര്യയോട് എല്ലാം തുറന്നു പറയാൻ അവന്റെ മനസ്സ് പറയുന്നു. പക്ഷെ ഒരു ഭയം. അവൻ എന്റെ ഉപദേശം ചോദിച്ചു. ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയുന്ന ശരിയെന്ന് ഞാൻ പറയട്ടെ? പറഞ്ഞാൽ ഒരുപക്ഷെ ഭാര്യ അവന് മാപ്പ് കൊടുത്താലോ? നിനക്കെന്ത് തോന്നുന്നു? എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ക്ഷമിക്കാം.
യമുനയാണ് ആ സ്ത്രീയുടെ സ്ഥാനത്തെങ്കിലോ? ഞാനോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആരാ മോഹന്റെ കൂട്ടുകാരൻ? ഞാൻ തന്നെ. എന്റെ യമുനയാണ് ഭാര്യ, എന്റെ യമുനയാണ് ഭാര്യ, എന്റെ യമുനയാണ് ഭാര്യ, എന്റെ യമുനയാണ് ഭാര്യ. യമുനേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ ബന്ധം പുലർത്താനുള്ള തീരുമാനം? ഞാൻ പലവട്ടം അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞതാ. നന്നായി ആലോചിച്ചതിന് ശേഷം ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന്. ഞാൻ അയാളുടെ ഭാഗം പറയണമെന്ന് വിചാരിക്കരുത്. അയാൾക്കൊരു കയ്യബദ്ധം പറ്റി. അത് തുറന്നു നിന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ക്ഷമിക്കണമായിരിക്കും. അയാൾ ആണായതുകൊണ്ടല്ലേ അച്ഛൻ ഈ സഹതാപം. എന്നെ അയാൾ ദ്രോഹിച്ചതിൽ അച്ഛന് പരാതിയില്ല, വിഷമവുമില്ല. ഞങ്ങള് പെണ്ണുങ്ങള് എല്ലാം ക്ഷമിക്കാനും അനുഭവിക്കാനും വേണ്ടി പിറന്നവരല്ലേ. ഞാനാണ് ഈ തെറ്റ് ചേരുന്നെങ്കിൽ അയാൾ ക്ഷമിക്കുമായിരുന്നോ? അച്ഛൻ ക്ഷമിക്കുമായിരുന്നോ? അത് അച്ഛന് ഉത്തരം ഉണ്ടാവില്ല. നീ പറയുന്നതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർക്കണം. നിന്റെ വയസ്സ്, മറ്റൊരു വിവാഹം, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, അതിന്റെ ഭാവി, ഈ തറവാടിന്റെ ഇന്നത്തെ സ്ഥിതി, ഇതൊക്കെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് മോളെ. ഒരച്ഛൻ അതൊന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ കുഞ്ഞും അച്ഛൻ ഒരിക്കലും ഒരു ഭാരമില്ല. പോരെ. ഒരു അവസാന ശ്രമം നടത്താൻ വേണ്ടിയാ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും എന്റെ ചേംബറിലേക്ക് വരാൻ പറഞ്ഞത്. ഈ ബന്ധം നിലനിർത്താൻ മിസ്റ്റർ മോഹൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ് ഡൈവോഴ്സിനുള്ള സ്ട്രോങ് കേസ് യമുനയ്ക്കുമുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്നാൽ ഒരല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ ഒരു ബന്ധം. നോ സർ, ഐ വോണ്ട്. വേണ്ട, വാടാ. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വേഗം ഇറങ്ങ്. അതാരാ അമ്മേ? ചെറുത്തൻ, ഇങ്ങോട്ട് വാ. പിന്നെ